കൂട്ടുകാരെ, നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും നമ്മളിൽ നിന്നും അകറ്റി നിർത്തി വളർത്തരുത്. നമ്മുടെ ഇല്ലായ്മയിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നമുക്കവരെ ചേർത്ത് പിടിച്ച് വളർത്തണം. കാരണം ബാല്യകാല ജീവിതം കഴിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ ഹോസ്റ്റൽ ജീവിതത്തിലെ തിരഞ്ഞെടുക്കും അല്ലേ? ഒരു പെൺകുട്ടിയാകുമ്പോൾ അവൾക്ക് പീരിയഡ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരമ്മയുടെ സാമീപ്യം വളരെ അത്യാവശ്യമാണ്. അവളുടെ ചെറിയ ചെറിയ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ ആദ്യം ഓടിയെത്തുന്നത് അമ്മയുടെ അടുത്താണ്. അതുപോലെ വളർന്നു വരുന്ന സമയത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളൊക്കെ ആണായാലും പെണ്ണായാലും ഓടി വന്ന് ഷെയർ ചെയ്യുന്നത് അമ്മയോട് തന്നെയാണ് അല്ലേ? നമ്മൾ പിന്നീട് അവരുടെ ഭാവിയിലുണ്ടാകുന്ന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ ഘട്ടത്തിൽ നമ്മൾ അവരെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ മാമ്മമാരുടെ വീട്ടിലേക്കോ നമ്മളവരെ പറിച്ചു നടും. പക്ഷേ ആ ചെറിയ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. വളർന്നു വരുന്ന സമയത്ത് അവരുടെ ആ വേദന എന്നും ഒരു തീരാ നോവായിട്ട് അവരുടെ ഉള്ളിലുണ്ടാവും. പിന്നീട് ഈ കുട്ടികൾ എപ്പോഴും ആ ഒരു നൊമ്പരം ഫീൽ ചെയ്യും അവരുടെ മനസ്സിൽ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ചേർത്ത് നിർത്തി വളർത്തിയില്ലല്ലോ, എനിക്ക് എന്താണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ ഒരു സ്നേഹം എവിടെ കണ്ടാലും അവർ ആ സ്നേഹത്തിന് വേണ്ടി പായും. പിന്നീട് സംഭവിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കാവുന്നതിലൊക്കെ അപ്പുറമായിരിക്കും. കുറച്ച് കാലം മാത്രമേ ഉള്ളൂ അവരുടെ നമ്മളിപ്പോൾ ഉള്ളത്. വിവാഹം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രമുഖമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അല്ലേ? കല്യാണം കഴിച്ച് വിടുക, അവരമ്മയാവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ചെറിയ ആ പ്രായത്തിൽ മാത്രമേ ഉള്ളൂ. വലുതായി കഴിയുമ്പം അവർ കുടുംബജീവിതത്തിലേക്ക് മാറും. ആ ബാല്യകാലം അവർക്ക് ഓർമ്മിക്കാൻ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ്? ചില കുട്ടികൾ അങ്ങനെ നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ അവർ ഇന്നത്തെ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള ഒരു ശീലങ്ങളിലേക്ക് പോകും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ നോക്കിക്കാണുക മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളാണ് അവരുടെ ജീവിതത്തിലെ അവരുടെ ഹീറോയിനൊക്കെ നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പോൾ ഒന്നും വേണ്ട, ഉള്ളത് മതി. നമ്മളവരെ ചേർത്ത് പിടിച്ച് നെഞ്ചോടടുപ്പിച്ച് മാറോട് ചേർത്ത് നമ്മളവരെ വളർത്തുമ്പോൾ അവർ വലുതാകുമ്പോൾ നമ്മളെ കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കും. ഇല്ല എങ്കിൽ അവർക്ക് നമ്മളോട് വലിയൊരു ശത്രുത ഉടലെടുക്കും. അതിൽ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളോടൊന്നും പറയാതെ വിഷമങ്ങളെല്ലാം ഉള്ളി വെച്ചിട്ട് അവരെല്ലാം കൊണ്ടു നടക്കും അല്ലേ? അതൊന്നും വേണ്ട. അവർക്ക് അങ്ങനെയുള്ള വേദനകളൊന്നും നമ്മൾ കൊടുക്കണ്ട. നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ വളർത്തണം. ശരിയല്ലേ ഞാൻ പറഞ്ഞേ?